എല്ലാവർക്കും സുരഭി കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ സ്വീറ്റ് പൊട്ടറ്റോ ഓംലെറ്റ് ആയിട്ടാണ്. ഇവിടെ നമ്മുടെ ഓംലെറ്റിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണിത്. ഒരു ചെറിയ സ്വീറ്റ് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, അതുപോലെ അതിൻ്റെ കൂടെ ഒരു ക്യാരറ്റ്, രണ്ടിൻ്റെ തൊലി കളയേണ്ടതാണ്, 2 മുട്ട എടുത്തിട്ടുണ്ട്, ഒരു ഉള്ളി, പിന്നെ ക്യാപ്സിക്കമാണ്, ഒന്ന് ഗ്രീനും റെഡുമാണ് എടുത്തിരിക്കുന്നത്, പച്ചമുളക് ആവശ്യമുണ്ട്, അതുപോലെ ഓയിൽ വേണം, ഉപ്പും കുരുമുളകും വേണം, പിന്നെ കോൺഫ്ലവർ വേണം. അപ്പോൾ നമ്മൾക്ക് ഇതൊക്കെ വെച്ച് നല്ലൊരു സ്വീറ്റ് പൊട്ടറ്റോ ഓംലെറ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. ഇവിടെ ഞാൻ ക്യാരറ്റിൻ്റെയും ഈ സ്വീറ്റ് പൊട്ടറ്റോയുടെയും തൊലി ഒന്ന് കളഞ്ഞെടുത്തിട്ട് വരാം. ഇവിടെ ഇതാ സ്വീറ്റ് പൊട്ടറ്റോയും ക്യാരറ്റും ഞാൻ തൊലി കളഞ്ഞതിന് ശേഷം കഴുകി എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇവിടെ അങ്ങനെ ഞാൻ സ്വീറ്റ് പൊട്ടറ്റോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നീളത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്, കുറച്ച് നേരിയ പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അത് ഞാനൊരു ബൗളിലാണ് ഇപ്പോൾ ഇടുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇനി അടുത്തത് ക്യാരറ്റ് കൂടി ഒന്ന് ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. കുറച്ച് നേർങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ ഇവിടെ കട്ട് ചെയ്തിരിക്കുന്ന ക്യാരറ്റും ഞാൻ ഈ സ്വീറ്റ് പൊട്ടറ്റോയുടെ കൂടെ തന്നെ ഇടുകയാണ്. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് ഉള്ളി എടുക്കാം. ഉള്ളിയും ഞാൻ നീളത്തിലാണ് കട്ട് ചെയ്യുന്നത്. അത് നമ്മൾക്ക് ഈ പൊട്ടറ്റോയും ക്യാരറ്റിൻ്റെ കൂടെ തന്നെ ഇട്ട് വെക്കാം. അടുത്തത് നമുക്ക് ക്യാപ്സിക്കം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഒരു ചെറിയ പീസ് റെഡും പിന്നെ ഗ്രീനുമാണ് ക്യാപ്സിക്കം ഞാൻ എടുത്തിരിക്കുന്നത്. അതും നീളത്തിൽ തന്നെയാണ് അരിഞ്ഞിരിക്കുന്നത്. നമ്മൾക്കതും ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് പച്ചമുളക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ പച്ചമുളക് വളരെ ചെറിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇതും നമ്മൾക്ക് അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന സ്വീറ്റ് പൊട്ടറ്റോ, ക്യാരറ്റ്, ക്യാപ്സിക്കം, ഉള്ളി, പച്ചമുളക് ഇവയൊക്കെ ഞാൻ ഒരു ബൗളിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കുരുമുളകും പിന്നെ മുട്ടയും കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ആവശ്യത്തിന് ഉപ്പും കുരുമുളകും ചേർത്തതിന് ശേഷം അടുത്തത് കോൺഫ്ലവറാണ് ചേർക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അടുത്തത് നമുക്ക് മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കഴിഞ്ഞു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇവിടെ ഇതാ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ഓംലെറ്റ് തയ്യാറാക്കാൻ ആവശ്യമായ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓംലെറ്റ് ആക്കിയെടുക്കാം. ഇവിടെ ഞാനൊരു പാൻ ചൂടാകാൻ വെക്കുന്നുണ്ട്. ചൂടായതിനു ശേഷം നമ്മൾക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ കോക്കനട്ട് ഓയിലാണ് ചേർക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ പാൻ ചൂടായതിനു ശേഷം ഞാൻ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് കൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയൊരു പാനാണ്. അപ്പോൾ അതിൽ ഞാൻ ആവശ്യത്തിന് കൂട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് അടച്ചു വെച്ച് തീ കുറച്ചിട്ടൊന്ന് വേവിക്കാം. ഇവിടെ ഇപ്പോൾ തീ കുറച്ചിട്ട് കുറച്ച് സമയമായി. ഇനി നമ്മൾക്കിതൊന്ന് തുറന്നു നോക്കാം. ഇത് ഇനിയൊന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ ഇതാ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ഓംലെറ്റ് ചൂടോടുകൂടി പ്ലേറ്റിലിരിപ്പുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കുവാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി അറിയിക്കുക. ഒരു ഓംലെറ്റ് കൂടി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് ടൊമാറ്റോ കെച്ചപ്പ് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലുള്ള പുതിയ റെസിപ്പീസുമായി ഞാൻ വരാം. താങ്ക്